പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 6-ാം മാസത്തിൻ്റെ 30-ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, 6 മാസക്കാലം നമ്മെ കണ്ണണി പോലെ ദൈവം കരുതുവാനിടയായി. നമ്മുടെ ആവശ്യങ്ങളിൽ കൂടെയിരുന്നു. നമ്മുടെ യാത്രകളിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ എല്ലാ സാഹചര്യങ്ങളിലും നമ്മോട് കൂടെയിരുന്ന ആ അരിമനാഥനെ ഈ 6-ാം മാസത്തിൻ്റെ ഒടുവിലത്തെ പ്രഭാതം കൂടെ കാണുവാൻ, കർത്താവിനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തുടർന്നും പ്രാർത്ഥനയോടുകൂടി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. സ്തോത്രം. 77-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പാടുന്നു, എന്നാൽ എൻ്റെ കഷ്ടതയാകുന്നു അത്യുന്നതന്റെ വലം കൈ വരുത്തിയ സംവത്സരങ്ങൾ തന്നെ എന്ന് പറഞ്ഞു. ലോകത്തിൽ നമുക്ക് കഷ്ടങ്ങൾ ഉണ്ടെങ്കിലും ധൈര്യപ്പെട്ടിരിക്കണം എന്നാണ് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്. എന്നാൽ കഷ്ടതയുടെ വിധമോ ദൈർഘ്യമോ അവിടുന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. ഓരോരുത്തരുടെയും കഷ്ടം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാണ്. നമ്മുടെ കഷ്ടത നമ്മുടെ ജീവിതത്തിൽ കഷ്ടത വരുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതോ മറ്റുള്ളവരെ ശപിക്കുന്നതോ കുറ്റം മറ്റുള്ളവരുടെ പേരിൽ ആരോപിക്കുന്നതോ ശരിയായ മാർഗമല്ല. കർത്താവ് എന്നേക്കും തള്ളിക്കളയുമോ? അവൻ ഇനി ഒരിക്കലും അനുകൂലമായിരിക്കയില്ലയോ? കഴിഞ്ഞ കാലങ്ങളിൽ അനുകൂലമായിരുന്ന ദൈവം ഇപ്പോൾ എന്നെ തള്ളിക്കളഞ്ഞത് കൊണ്ടായിരിക്കും എനിക്കിങ്ങനെയൊക്കെ ഭവിച്ചത് എന്നും ഇനി ഒരിക്കലും ദൈവം അനുകൂലമാവുകയില്ലയോ എന്നുമുള്ള ചിന്തകൾ ഓരോ ദിനവും അനേക ദൈവമക്കളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. നാം പ്രതീക്ഷിക്കുന്ന സമയത്ത് വിടുതൽ ലഭിക്കാതെ ഇരിക്കുകയും കഷ്ടത നീണ്ടുപോകുകയോ അളവ് കൂടി വരികയോ ചെയ്യുമ്പോൾ മിക്ക ദൈവമക്കളും അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. ആമേൻ. എന്നാൽ പ്രിയ ദൈവവൈതലേ, നാം ചിന്തിക്കുന്നത് പോലെയല്ല കാര്യങ്ങൾ. നമ്മുടെ കഷ്ടതയിൽ ദൈവവും നമ്മോട് പങ്കാളിയായി കൂടെയുണ്ടാകും. കഷ്ടതയിൽ നമ്മെ തനിയെ വിടുകയില്ല. കർത്താവ് കൂടെ അവൻ ഉണ്ടായിരിക്കും എന്നറിയുന്നത് ഒരു ഭക്തന് എത്ര ധൈര്യം നൽകുന്ന കാര്യമാണ്. എനിക്ക് ദൈവസന്നിധിയിൽ വലിയ വിലയൊന്നും കാണുകയില്ലായിരിക്കും. എന്നെ ഓർക്കുവാൻ മാത്രം ഞാൻ അത്ര വലിയ ആളൊന്നുമല്ലല്ലോ, ദൈവത്തിന് എന്നെ ഓർക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരിക്കും എന്നിങ്ങനെയുള്ള ചിന്തകൾക്കും ഈ പ്രഭാതം ദൈവവേദയിലെ പ്രശസ്തിയും പ്രാധാന്യമൊന്നുമില്ല. പുഴുവായ യാക്കോബ് പോലും ദൈവത്തിന് വിലയേറിയവനും മാന്യനുമാണെന്ന് ദൈവം അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ ദൈവവൈതലും സ്തോത്രം, അവൻ വലിയവനാകട്ടെ ചെറിയവനാകട്ടെ ദൈവത്തിന് എല്ലാവരും പ്രധാനപ്പെട്ടവർ തന്നെയാണ്. ഒരു വിലയും കൽപ്പിക്കുവാൻ ഇല്ലാത്ത കുരുകിലിനെ പോലും ദൈവം വിചാരിക്കുന്നു എങ്കിൽ നമ്മുടെ നമ്മോട് കൃപ കാണിക്കുവാൻ ദൈവം മറന്നുപോകുമോ? ഇല്ല. കൃപ കാണിപ്പാൻ മറക്കുന്ന ദൈവമല്ല. എന്നാൽ ലോകം അങ്ങനെയല്ല. അവനെ നമ്മൾ എന്തിനു ഓർക്കണം? അവനെ നമ്മൾ എന്തിനു സഹായിക്കണം? ആ വിഷയത്തിൻ്റെ മേൽ നമ്മൾ എന്തിന് പ്രവർത്തിക്കണം? അതിനകത്ത് നമ്മൾ എന്തിന് ഇടപെടണം? അത് നമ്മെ ബാധിക്കുന്നതല്ല. ഇങ്ങനെയെല്ലാം ലോക മനുഷ്യർ ചിന്തിച്ചുകൊണ്ട് അകന്നു പോകുമ്പോൾ പ്രിയ ദൈവവേദലേ, നമ്മെ കരുതുന്ന ദൈവം ഒരു കുരുകിലിനെ കരുതുന്നത് പോലെ നമ്മെയും 6 മാസക്കാലം കരുതുവാനിടയായി. ആഹാരം നൽകി, വസ്ത്രം നൽകി, വാഹനം നൽകി, പാർക്കുവാൻ ഭവനം നൽകി, അനേക ഹല്ലേലൂയ ദൈവ കുഞ്ഞുങ്ങളുടെ സ്തോത്രം നന്മകളെ അനുഭവിച്ച് തമ്മിൽ ഓർക്കുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള എല്ലാ സ്തോത്രം സാഹചര്യങ്ങളെയും ദൈവം ഒരുക്കി തന്ന ആ ദൈവത്തെ നമുക്ക് എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. പ്രിയ ദൈവമക്കളെ, ആ ദൈവം നമ്മെ മറക്കയില്ല ഒരിക്കലും. ദൈവം ഒരു കുരുകിലിനെ പോലും മറന്നു പോകുന്നില്ല. ഒരു കുരുകിലിനെ ഓർക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ കഷ്ടതകൾ വരുമ്പോഴാണ് ഒരു ദൈവ പൈതലിനെ കൂടുതൽ അലട്ടുന്നത്. ഹല്ലേലൂയ.
ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ എല്ലാവരും ഇതുപോലെ ചിന്തിക്കുന്നവരും നിരാശപ്പെടുന്നവരുമൊക്കെയാണ്. കടഭാരം, സാമ്പത്തിക നഷ്ടങ്ങൾ, രോഗങ്ങൾ, സ്തോത്രം, അപകടങ്ങൾ, മരണങ്ങൾ, മറ്റുള്ളവരിൽ നേരിടുന്ന അവഗണനകൾ, ജീവിത പരാജയങ്ങൾ തുടങ്ങിയവയെല്ലാം കഷ്ടതയുടെ ഗണത്തിൽ വരും. എന്നാൽ നമുക്ക് ഏറെ സഹിക്കാൻ കഴിയാത്തത് നമ്മൾ സ്നേഹിച്ചവരുടെ അവഗണനകളാണ്. നാം സഹായിച്ചവർ, നമ്മോട് ഒരുമിച്ച് ആരാധിച്ചവർ, നാം സ്തോത്രം കൈത്താങ്ങിയവർ, ഇങ്ങനെയുള്ളവരുടെ അവഗണനകളെല്ലാം നമുക്ക് പരിഹാസങ്ങളും നമ്മെ ഏറെ വേദനിപ്പിക്കും. ചില വേദനകളിൽ നിന്നും വിലയേറിയ ചില പാഠങ്ങൾ പഠിക്കുവാൻ കഴിയും. അതിലൂടെ ദൈവത്തിന് നമ്മോട് സംസാരിപ്പാനാണ് നമുക്ക് നേരിടുന്ന പല കഷ്ടതകളുടെയും ദൈവ ഉദ്ദേശമെന്ന് നമുക്ക് തിരിച്ചറിയുവാനും കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരാജയപ്പെടാതിരിക്കും. നാം നിരാശയിൽ തകർന്നു പോകുകയില്ല. പ്രിയ ദൈവപൈതലേ, കട്ടനട്ട രോഗം വന്നിടും നേരം ഇഷ്ടനായകനാം യേശു ആശ്വാസമേകുമെന്ന് ആണ് പാട്ടുകാരൻ പാടുന്നത്. ഹാലേലൂയ. ആകയാൽ പ്രിയ ദൈവപൈതലേ, ഈ പ്രഭാതങ്ങളിലും സാരമില്ല, ഈ കണ്ണുനീരൊന്നും സാരമില്ല. ഈ 6-ാം മാസം വരെയും അനുഭവിച്ച നിന്റെ കഷ്ടതകളും വേദനകളും കണ്ണുനീരും കടഭാരവും നീ പോലും അറിയാതെ സംവത്സരങ്ങളെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ദൈവകരം നിനക്കായി വെളിപ്പെടും. സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതം പ്രിയ ദൈവത്തിലെ നമുക്കായിരിക്കാം. കഷ്ടതയുടെ നടുവിൽ സ്തോത്രം ഹാലിൽ വെളിപ്പെടുന്ന ആ ദൈവം നമുക്കായി ഈ പ്രഭാതവും വെളിപ്പെടും. ഈ സംവത്സരം, അതേ ഈ 2026 ഇതേ സംവത്സരത്തിൽ നിന്നെ നന്മ കൊണ്ട് അലങ്കരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. വിശുദ്ധിയോടെ, വിശ്വസ്തയോടെ ദൈവസന്നിധി നിന്നാട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കാനിടയാകും. നമ്മുടെ കണ്ണുകൾ ദിവസത്തിനിടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം ശാന്തമായ നല്ല കർത്താവേ, സ്തോത്രം. പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഷ്ടതയുടെ നടുവിൽ വെളിപ്പെടുന്ന ദൈവകരം ഇന്ന് പകൽക്കാലം കർത്താവേ സ്തോത്രം ഞങ്ങളുടെ നടുവിൽ വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാരെ, ദൈവദാസിമാരെ, വാത്സല്യ കുഞ്ഞുങ്ങളെ കർത്താവെ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ കൈത്താങ്ങിയവർ, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവർ, ഞങ്ങളുടെ നടുവിൽ ശുശ്രൂഷിച്ച എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ ഈ 6-ാം മാസത്തിൻ്റെ 30-ാമത്തെ പ്രഭാതത്തിൽ എത്തിച്ച മഹാസ്നേഹത്തിനായി, കരുണയ്ക്കായി നന്ദി പറയുന്നു. അവിടെ തലമുറകളെ, അവിടെ ഉപജീവന മാർഗങ്ങളെ, അവിടെ ശുശ്രൂഷകളെ എല്ലാം, എല്ലാ മേഖലകളെയും സ്വർഗം അനുഗ്രഹിക്കണം. വരുന്ന 7-ാം മാസം കർത്താവെ, അരരാത്ത് പർവ്വതത്തിൽ സ്തോത്രം പെട്ടകം ഉറപ്പിച്ചതുപോലെ പെട്ടകത്തിനകത്തിരുന്ന കർത്താവെ സ്തോത്രം നോഹയും കുടുംബത്തെയും ദൈവം ഓർത്തതുപോലെ 7-ാം മാസം അനേക ഭക്തന്മാരെ ഓർക്കണം. കഷ്ടതയുടെ നടുവിൽ ഓർക്കണം, നിരാശയുടെ നടുവിൽ ഓർക്കണം, രോഗശയുടെ നടുവിൽ ഓർക്കണം. രോഗികൾ സൗഖ്യമാകണം യേശുവിൻ്റെ നാമത്തിൽ. സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന ദൈവമക്കൾ അവർക്കൊരു വിശാലത കൊടുക്കണമേ കർത്താവ്. ഈ സംവത്സരം ഒരു അനുഗ്രഹത്തിൻ്റെ സംവത്സരമാക്കി മാറ്റണം. സ്വർഗം അത്ഭുതം ചെയ്യും, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.